കഴിഞ്ഞ ദിവസം വീണ്ടും UAE-യിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തി, അതുപോലെ തന്നെ മിസൈൽ ആക്രമണവും നടത്തിയതായി വാർത്ത വന്നു. ഫുജൈറയിലെ പോർട്ടിലോ മറ്റോ തീപിടുത്തമുണ്ടായെന്നും തടഞ്ഞു എന്നുമൊക്കെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ശാന്തമായ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിൻ്റെ കെടുതിയിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ അയൽ രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് തങ്ങളല്ലെന്നും അതിന് തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്നുമാണ് ഇറാൻ പ്രസ്താവനയിലൂടെ പറഞ്ഞത്. അതിന് ഉത്തരവാദി US മിലിറ്ററിയാണ് എന്നവർ ആരോപിക്കുന്നുണ്ട്. അതെത്രമേൽ ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ പല യുദ്ധത്തിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്ന മീഡിയകളും ആളുകളുമൊക്കെ പറയുന്നത് ഈ അടുത്ത സമയത്ത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് US ആയുധങ്ങൾ വിൽക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഞാനുമൊക്കെ കവർ ചെയ്തിരുന്നു, പല മീഡിയകളും കവർ ചെയ്തിരുന്നു. അതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറി എന്ന് പറയുന്നത് ഈ പറയുന്ന ആയുധങ്ങൾ ആ രാജ്യങ്ങൾ വാങ്ങുകയല്ല, മറിച്ച് അമേരിക്ക തന്ത്രപരമായി കുവൈറ്റിലും അതുപോലെ തന്നെ ഖത്തറിലും UAE-യിലുമൊക്കെ ആയുധങ്ങൾ കൊണ്ടുചെന്ന് സംഭരിക്കാൻ പോവുകയാണെന്നും അന്തിമ യുദ്ധത്തിനോ മറ്റോ ഇത് ഉപയോഗിച്ച് ഇറാനെ തകർക്കാൻ പോവുകയാണെന്നുമാണ് ഇറാൻ മിലിറ്ററി ഇൻ്റലിജൻസ് ഏജൻസിയുടെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം. എന്നുവെച്ചാൽ ഈ ആയുധങ്ങളൊക്കെയും തങ്ങളുടെ മേൽ പതിക്കാനുള്ള സാധ്യതകളെ സംബന്ധിച്ച് ഇറാൻ അവെയറാണ്. അതിനേറ്റവും മുന്നിൽ നിൽക്കുന്നത് UAE ആണെന്നാണ് അവരുടെ ഒരു ചിന്ത. കാരണം അയൺ ഡൂമായാലും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമൊക്കെ സൗദി അറേബ്യയോട് പോലും അഭിപ്രായ വ്യത്യാസപ്പെടുത്തി ഈ അമേരിക്കൻ ഇസ്രയേൽ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായാണ് ഇവർ തീരുമാനമെടുക്കുന്നത് എന്ന് പറയുന്ന ഒരു ചിന്ത ഇറാനിൻ്റെ പക്ഷപാതികൾക്കും അതോടൊപ്പം തന്നെ പല യുദ്ധ നിരീക്ഷകർക്കും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു സൂചന എന്നവണ്ണം ഈ ആക്രമണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. അരാക്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഹോർമിസിൻ്റെ ക്ലോസിംഗ് ഡൗൺ അഥവാ അടഞ്ഞു കിടക്കൽ എന്ന് പറയുന്നത് ഒരു സായുധ ഇടപെടലുകളിലൂടെ പരിഹരിക്കാൻ കഴിയുന്നതല്ലെന്നും അതൊരു പൊളിറ്റിക്കൽ ക്ലോസിംഗ് ആണെന്നും അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷനിലൂടെ നെഗോസിയേഷനിലൂടെയാണ് അത് ഓപ്പൺ ചെയ്യേണ്ടതെന്നുമാണ് അരാക്ചിയുടെ അഭിപ്രായം. കാരണം അങ്ങനെ ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ വിഷയം ശാശ്വതമായി പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ ആയുധങ്ങൾ കൂട്ടിയതുകൊണ്ടോ ആളെ കൂട്ടിയതുകൊണ്ടോ. ഇതിൻ്റെ ഒരു പ്രധാന വിഷയം ഇറാന് പ്രത്യാക്രമണം നടത്താൻ ഏറ്റവും സൗകര്യമുള്ള സ്ഥലത്ത് ഒരു അമേരിക്കയുടെയോ ഇസ്രയേലിൻ്റെയോ പങ്കാളിയെ കിട്ടിയാൽ അത് വളരെ തന്ത്രപരമായി അവരുപയോഗിച്ച് കളയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യാഘാതം. ഏതായാലും അതും കൂടിയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് പറയപ്പെടുന്നു. ശാന്തമാകട്ടെ വേഗം എന്നുള്ളതാണ് എല്ലാ മനുഷ്യരെ പോലെ എൻ്റെയും ആഗ്രഹം. പക്ഷേ വീണ്ടും അതിങ്ങനെ വഷളായി പ്രൊലോങ് ചെയ്തു പോകും തോറും തകരുന്നത് മിഡിൽ ഈസ്റ്റിൻ്റെ സാമ്പത്തിക സ്ഥിതിയും ഒപ്പം ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങളുമാണ്.